കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. ബിന്ദുവിന്റെ സംസ്കാരം നാളെ തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ നടക്കും. എ വി ജയശങ്കർ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബന്ധുക്കളും നാട്ടുകാരും അടക്കം ഒരു വലിയ സംഘം തന്നെ മോർച്ചറിക്ക് സമീപം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാവുക? എന്താണ് വിവരങ്ങൾ? അതായത് പ്രജിൻ, ഈ മെഡിക്കൽ കോളേജ് അപകടത്തിൽ കൊല്ലപ്പെട്ട ബിന്ദുവിൻ്റെ ഭൗതികദേഹം അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അദ്ദേഹം ഈ ഭൗതികദേഹം ഏറ്റുവാങ്ങും. അല്പസമയം മുമ്പ് ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകണമെന്ന ആവശ്യം വീണ്ടും ആവർത്തിച്ചു. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബത്തിൻ്റെ ഔദാര്യമല്ല, അവകാശമാണ് ഈ നഷ്ടപരിഹാരം എന്നാണ് ചാണ്ടിയുമ്മൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യും. രാവിലെ ഉന്നയിച്ച പോലെ തന്നെ ഈ മായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ വിമർശനം ഈ ഘട്ടത്തിലും ചാണ്ടിയുമ്മൻ ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഈ ബിന്ദുവിൻ്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ നിലവിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ആംബുലൻസിൽ ആ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്നൊരു സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം നാളെ തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വീട്ടിൽ പൊതുദർശനത്തിന് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള വലിയ നിര വീട്ടിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷവും ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ അപകടത്തെ, ഈ കെട്ടിടം തകർന്ന സംഭവത്തെ സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഇന്ന് സർക്കാരിന് നേരെ ഉന്നയിച്ചിരുന്നു. നേരിട്ട് ആരോഗ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. അതിനിടയിൽ ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ മറ്റാർക്കും പരിക്ക് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റാരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നത് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവച്ചതാണ്. പിന്നീട് പരിശോധനയിലാണ് ഈ ബിന്ദുവിനെ ഉൾപ്പെടെ കണ്ടെത്തിയതെന്നും ആരോഗ്യമന്ത്രി എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് വീഴ്ചയുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി എന്തായാലും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിൽ ഈ ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മോർച്ചറിയിൽ നിന്ന് ആ ഭൗതികദേഹം ബന്ധുക്കളിലേക്ക് എത്തും. ഭൗതികദേഹവുമായി ആംബുലൻസിൽ തലയോലപ്പറമ്പിലേക്ക് യാത്ര ചെയ്യും. നാട്ടിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ ഇന്ന് വെച്ചതിന് ശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഇന്ന് തന്നെ മോർച്ചറിയിൽ വെച്ചതിന് ശേഷം നാളെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് നിലവിലുള്ള ആലോചന. നാടിനെ സംബന്ധിച്ച് അസുഖം മാറ്റാൻ, അല്ലെങ്കിൽ ഇതിനുവേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ ഒരാളാണ് ജീവച്ഛവമായി നാട്ടിലേക്ക് തിരികെ എത്തുന്നത്. ആ വിഷമം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം തന്നെയുണ്ട്. ഇനി എന്ത് നഷ്ടപരിഹാരം നൽകിയാലും അത് ഒന്നിനും പകരമാകില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും അല്പസമയത്തിനും തന്നെ വിട്ടു നൽകും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ വലിയ സന്നാഹം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇപ്പോഴും തുടരുകയാണ്. കാരണം പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇവിടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ 2 വട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അങ്ങനെ അപകട സ്ഥലം ഉൾപ്പെടെ മുഖ്യമന്ത്രി സന്ദർശിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും പ്രതിഷേധ സാധ്യതയും രോഗികളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന പോലീസ് നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ അപകട സ്ഥലം സന്ദർശിക്കുന്നത് മുഖ്യമന്ത്രി ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്നത്തെ കോട്ടയം ജില്ലയിലെ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എന്തായാലും തിരിച്ചത്. ഈ ഭൗതികദേഹം ഏറ്റുവാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഈ ബന്ധുക്കളും നാട്ടുകാരും. അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ സജ്ജമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഇന്ന് 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. ആദ്യ മണിക്കൂറുകളിൽ 2 പേർക്ക് മാത്രം പരിക്ക് പറ്റി, മറ്റാർക്കും പ്രശ്നമില്ല എന്നൊരു പ്രതികരണം മന്ത്രി VN വാസവനും മന്ത്രി വീണ ജോർജും സംഭവ സ്ഥലത്തെത്തി നൽകി. പക്ഷേ പിന്നീട് ഈ ബിന്ദുവിൻ്റെ ബന്ധുക്കൾ ഇത്തരത്തിൽ ബിന്ദുവിനെ കാണാനില്ല എന്ന പരാതിയുമായി എത്തി. 12 മണിയോടുകൂടിയാണ് ഹിറ്റാച്ചി ഉൾപ്പെടെ ഉപയോഗിച്ച് മെഡിക്കൽ കോളേജിലെ തകർന്ന ബിൽഡിംഗ്
AV ജയശങ്കറാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം അല്പസമയത്തിനകം വിട്ടുനൽകും. അത് ഏറ്റുവാങ്ങാൻ അവിടെ ബന്ധുക്കളും നാട്ടുകാരും അടങ്ങിയ ഒരു വലിയ സംഘം തന്നെ കാത്തുനിൽക്കുകയാണ്.